ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ യുഎസിന് ഇസ്രായേലിനുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. സമാധാന ചർച്ചകൾക്കിടെ നടത്തിയ ആക്രമണം ലോകമെങ്ങും പ്രതിഷേധമുയർത്തി. അതിന്റെ അലയൊഴികൾ ഇന്ത്യയിലുമുണ്ടായി. ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങളുടെ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനിടെ ഇന്ത്യയിലെ പ്രതിഷേധങ്ങളെ ചോദ്യം ചെയ്ത സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ച US സേനയിലെ സൈനികയാണ് ഇന്ത്യൻ വംശജയായ ശിൽപ ചൗധരി. ശിൽപ പങ്കുവെച്ച വീഡിയോ വൈറലായി. ഇത്തരം പ്രതിഷേധങ്ങൾ പ്രാദേശിക ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും രാജ്യത്തിന്റെ ആഗോള പ്രശസ്തിക്ക് ദോഷം വരുത്തുകയും ചെയ്യുമെന്ന് ശിൽപ ചൗധരി പറഞ്ഞു. 38-ാം വയസ്സിൽ US സൈന്യത്തിൽ ചേർന്ന ശിൽപ ചൗധരി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. 3 കുട്ടികളുടെ അമ്മയും US ആർമിയിൽ കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റുമായ ശിൽപ US സൈനിക വേഷത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. പങ്കുവച്ച ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഇറാനിനെതിരെയുള്ള യുദ്ധത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉയരുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഇന്ത്യയെ ലോകമെമ്പാടും പരിഹസിക്കുന്നതിന് കാരണമാകുമെന്നാണ് ശിൽപയുടെ ആരോപണം. ആഴ്ചകളിലായി ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സ്വാധീനവുമാണ് പ്രധാന കാരണങ്ങൾ. ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. അതേസമയം ഇറാൻ തന്റെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ ആവശ്യങ്ങൾക്കാണെന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കൂടുതൽ വഷളായി. ഇറാനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന സംഘടനകളായ ഹിസ്ബുള്ള, ഹമാസ് എന്നിവരുമായി ഇസ്രായേൽ പലതവണ ഏറ്റുമുട്ടലുകളും നടത്തി. ഇസ്രായേൽ ഗാസയിലും ലെബനനിലുമുള്ള ചില കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവും നടത്തി. അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ തന്റെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ഇസ്രായേലിന് സൈനിക പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇതിനാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെടുന്നു. ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തെയും എണ്ണവിലയും അന്താരാഷ്ട്ര സുരക്ഷയെയും വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോയിൽ ശിൽപ ഇന്ത്യക്കാരോട് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കണമെന്നും കലഹങ്ങൾ ഉണ്ടാക്കരുതെന്നും പ്രതിഷേധങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ലഭിക്കുന്നതെന്നും ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ പരിഹാസ വിഷയമാക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പലവിധ പ്രതികരണങ്ങൾ ഉണ്ടായി. ചിലർ ശിൽപയുടെ അഭിപ്രായത്തെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ വിമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ അഭിപ്രായം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന ചർച്ചയും ഉയർന്നു. ശിൽപ ചൗധരിയുടെ ഈ വീഡിയോ ഇന്ത്യ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ പലരും അനുഭവിക്കുന്ന മതപരമായ മുറിവുകൾ അംഗീകരിക്കുമ്പോൾ തന്നെ പ്രാദേശിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധങ്ങളുടെ പ്രയോജനത്തെ ശിൽപ ചോദ്യം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.